ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശക 27 പാലാഴി മദനവും കൂർമാവതാരവും. ശ്ലോകം 7. വജ്രാതിസ്ഥിരതര കർപ്പരേണ വിഷ്ണോ വിസ്താരാത് പരിഗതലക്ഷയോജനേന അംഭോദേ കുഹരഗതേന വർഷ്മണാത്വം നിർമ്മക്തം ക്ഷിതിതരനാഥമുന്നിനേധാ. പദം. വജ്ര അതിസ്ഥിര തര കർപ്പരേണ വിഷ്ണോ വിസ്താരാ പരിഗത ലക്ഷ യോജനേന അംഭോദേ കുഹരഗതേന വർഷ്മണാ ത്വം നിർമ്മഗ്നം ക്ഷിതിധരനാഥം ഉന്നിനേത. അർത്ഥം: ഹേ വിഷ്ണു, ആമയുടെ ശരീരം ധരിച്ച അങ്ങ് വജ്രം പോലെ ഉറപ്പുള്ളതും 1,00,000 യോജന വിസ്താരമുള്ളതുമായ പൃഷ്ഠത്തോടുകൂടിയ ശരീരത്തോടെ സമുദ്രാന്തർഭാഗത്ത് പ്രവേശിക്കുകയും ജലത്തിൽ ആണ്ടുപോയ പർവ്വതവര്യനെ മേലോട്ട് ഉയർത്തുകയും ചെയ്തു. ശ്ലോകം 8. ഉന്മഗ്നേ ഛടിതി തഥാധരാധരേന്ദ്രേ നിർമ്മേധുർദൃഢമിഹ സമ്മതേന സർവേ ആവശ്യത്യദയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവീവ്രതസ്ത്വാൻ. പദം. ഉന്മഗ്നേ ഛടിതി തഥാ ധരാ ധര ഇന്ദ്രേ നിർമ്മേധു ദൃഢം ഇഹ സമ്മതേന സർവേ ആവശ്യ തിദയ ഗണേ അഭി സർപ്പരാജേ വൈവശ്യം പരിശമയൻ അവീവൃത താൻ. അർത്ഥം: ആ മഹാപർവ്വതം വീണ്ടും പെട്ടെന്ന് മേലോട്ട് ഉയർന്നു വന്നതിനാൽ സന്തുഷ്ടരായി തീർന്ന സർവരും കൂടുതൽ ശക്തിയോടെ സമുദ്രമഥനം തുടർന്നു. ദേവാസുരന്മാരിലും വാസുകിലും സൂക്ഷ്മാത്മാവായി പ്രവേശിച്ച അങ്ങ് അവരുടെയെല്ലാം വിവശത തീർത്ത് ഉത്സാഹപ്പെടുത്തി. ശ്ലോകം 9. ഉദ്ദാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്ര ന്യസ്തൈക സ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉത്ഭ്രാന്താന്നുരുപാത്ത പുഷ്പവർഷാഃ. പദം. ഉദ്ദാമ ഭ്രമണ ജവ ഉന്നമത് ഗിരീന്ദ്ര ന്യസ്ത ഏക സ്ഥിര തര ഹസ്ത പങ്കജം ത്വാം അഭ്ര അന്തേ വിധി ഗിരിശ ആദയ പ്രമോദാത് ഉത്ഭ്രാന്ത നുനുവു ഉപാത്ത പുഷ്പവർഷാഃ. അർത്ഥം: ശക്തമായ മദനത്തിൻ്റെ വേഗതയാൽ മേൽപോട്ടുയർന്ന മന്ദരത്തെ താഴോട്ട് തന്നെ അമർത്താനായി അതിന്മേൽ വയ്ക്കപ്പെട്ട കനത്ത കരപത്മത്തോടുകൂടിയ അങ്ങയെ അമ്പരവാസികളായ ബ്രഹ്മാവ്, ശിവൻ എന്നിവർ സ്തുതിക്കുകയും സന്തോഷസ്തബ്ധരായി പുഷ്പവർഷം ചെയ്യുകയും ചെയ്തു. ശ്ലോകം 10. ദൈത്യൗഹേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹ പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ. പദം. ദൈത്യൗഹേ ഭുജഗമുഖാനിലേന തപ്തേ തേന ഏവ ത്രിദശകുലേ അഭി കിഞ്ചിത് ആർത്തി കാരുണ്യാത്തവകില ദേവ വാരിവാഹാഃ പ്രാവർഷൻ അമരഗണാൻ ന ദൈത്യ സംഘാൻ. അർത്ഥം: സർപ്പത്തിൻ്റെ മുഖത്തു നിന്നും നിർഗളിച്ച വിഷം കലർന്ന വായുവേറ്റ് അസുരന്മാരും ദേവസമൂഹങ്ങളും തപിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ കാരുണ്യസ്വരൂപനായ അങ്ങയുടെ പ്രഭാവം നിമിത്തം കാർമേഘങ്ങൾ ദേവന്മാരുടെ മുകളിൽ ജലവൃഷ്ടി ചെയ്തു. അസുരന്മാരുടെ നേരെ വർഷപാതവും തണുപ്പും ഉണ്ടായതുമില്ല. ശ്ലോകം 11. ഉത്ഭ്രാമ്യദ്ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ദൗ ചിരിമതിദേവി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജ സംരാജൻ ഭവനപുരേശ പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം. ഉത്ഭ്രാമ്യത് ബഹു തിമി
നക്രചക്രവാളേ തത്ര അബ്ദൗ ചിരമധിതേ അഭി നിർവികാരേ ഏക ത്വം കരയുഗകൃഷ്ടസർപ്പരാജഃ സംരാജൻ പവനപുര ഈശ പാഹി രോഗാത്. അർത്ഥം: മദനവേഗതയാൽ മുകളിലേക്കുയരുന്ന തിമിംഗലക്കൂട്ടങ്ങൾ, മുതലകൾ എന്നിവയോടുകൂടിയ ആ സമുദ്രം വളരെ കാലത്തെ പരിശ്രമമുണ്ടായിട്ടും യാതൊരു മാറ്റവും ഇല്ലാതായിരിക്കെ അങ്ങൊറ്റയ്ക്ക് സർപ്പരാജനെ 2 കൈകളാലും വലിക്കാൻ തുടങ്ങി. ആ വിധത്തിൽ വിരാജിച്ചരുളുന്ന ഗുരുവായൂരപ്പ, എന്നെ രോഗബാധകളിൽ നിന്നും രക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.